എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഇറ്റ് ഈസ് റിട്ടൺ, whoever boasts in the Lord. Praise the Lord. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചുറ്റിലും വലിയ ശക്തി പ്രകടിപ്പിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ എല്ലാറ്റിൻ്റെയും മഹത്വം ജീവിക്കുന്ന കർത്താവിന് തന്നെ കൊടുക്കുവീൻ. ഇത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 10-20 വർഷക്കാലത്തെ ശുശ്രൂഷകളിൽ നിന്ന് അച്ഛൻ പഠിച്ചിട്ടുള്ള ഒരു പാഠമാണത്. കർത്താവിന് മഹത്വം കൊടുക്കുക, കർത്താവിൽ അഭിമാനിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ഉപരിയായ വൻ ശക്തി അവിടുന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരാളുടെ അനുഭവം കണ്ടുകൊണ്ടാണ് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നത്. അനേകം കുട്ടികൾ ഇന്ന് ശുശ്രൂഷയ്ക്ക് കർത്താവിനാൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവാണ് കുഞ്ഞു മക്കളെ ഒരുക്കുന്നത്. അച്ഛൻ ഓരോ ദേശങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ കുടുംബങ്ങളായി വന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അഭിഷേകാഗ്നിയുടെ സമയമാകുമ്പോൾ കുട്ടികൾ, കിഡ്സ്, ചിൽഡ്രൻ, സ്റ്റുഡൻസ് അവർ വളരെ ആവേശത്തോടെ വന്ന് വചനം കേൾക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് അനിർവചനീയമായ വലിയൊരു ആഹ്ലാദം, സ്വർഗീയമായ സന്തോഷം കൊടുക്കുന്നു എന്നൊക്കെ കുടുംബങ്ങളായി വന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ അഭിഷേകാഗ്നി കുട്ടികളെയും കുടുംബങ്ങളെയും കർത്താവ് ഉന്നതമായ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഇടുക്കി ജില്ലയിൽ നിന്ന് രാജാക്കാട് ഇടവകയിൽ നിന്നും വരുന്നു. ദൈവമേ, ഇടുക്കി രാജാക്കാട് എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടായിരിക്കും? എന്റെ പേര് ലൈസമ്മ തോമസ്. ഞാൻ എന്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത്. 10 വർഷമായിട്ട് എന്റെ മോൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് ഒരു അറിവുമില്ലായിരുന്നു. 10 വർഷമായി മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി, യാതൊരു അഡ്രസ്സും ഇല്ലാതിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ അഗ്നി പ്രാർത്ഥന കൂടി, അഭിഷേകാഗ്നി പ്രാർത്ഥന കൂടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 ഷാലോം ചാനലിലൂടെ വരുന്ന അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ സമയത്ത് ഈ അമ്മച്ചി പല സാക്ഷ്യങ്ങളും കേട്ടപ്പോ വിശ്വാസം വർദ്ധിച്ചു. എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. 5 ആഴ്ച ആയപ്പോൾ എന്റെ മകൻ തിരിച്ചു വന്നു. 5 ആഴ്ച കൂടിയപ്പോൾ എന്റെ മകൻ തിരിച്ചു വന്നു. 5 ആഴ്ച കരഞ്ഞു പ്രാർത്ഥിച്ചതേ ഉള്ളൂ. 10 വർഷമായി വീട് വിട്ട് ഇറങ്ങിപ്പോയ മകന് യാതൊരു അദൃശ്യത. മകൻ 5 ആഴ്ച കരഞ്ഞു പ്രാർത്ഥിച്ചു. മകൻ വീട്ടിലെത്തി. അമ്മാ, കഞ്ഞി വല്ലതുണ്ട് അമ്മാ? ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മകൻ തിരിച്ചു വന്നപ്പോ മകന് സ്നേഹം കൂടിയില്ലേ? ഭയങ്കര സ്നേഹല്ലേ? അതാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മകന് നല്ല സ്നേഹം, സന്തോഷമായി. വീട്ടിൽ വളരെ സന്തോഷം. മൈക്ക് കൂടെ പറഞ്ഞ അമ്മ സന്തോഷമായി. ജീവിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? വീട്ടില് തിരിച്ചു വന്ന മകനും സന്തോഷമായി അല്ലേ? 10 വർഷം കരഞ്ഞതാ. അവസാനം ആരൊക്കെ പറഞ്ഞു, അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച എന്തോ ശക്തിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിലരൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോ ഈ അമ്മച്ചി എന്ത് ചെയ്തു? എന്നാ ശരി, ഞാൻ എന്റെ കർത്താവിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അഭിഷേകാഗ്നി കണ്ട സമയത്ത് ശരിക്കും മുട്ടമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. എന്നാ എങ്ങനെ പ്രാർത്ഥിച്ചേ? ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എന്റെ മകൻ തിരിച്ചു വരണേന്ന്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിഞ്ഞ് എന്റെ കുഞ്ഞ് തിരിച്ചു വരണേന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. 5 ആഴ്ച. അങ്ങനെ 5 ആഴ്ച കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പോഴും എന്നും പ്രാർത്ഥിക്കും, എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കും. 5 ആഴ്ച കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മകൻ വീട്ടിലെത്തി അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നോക്ക്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം ഇല്ലേ മക്കളെ? നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും വിഷയം വന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബ് 5:13. ഈസ് എനിവൺ സഫറിംഗ് അമംഗ് യു, ലെറ്റ് ഹിം പ്രേ. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്ദി നന്ദി നാഥാ, സ്തുതി സ്തുതി എന്നാഥാ. നന്ദി നന്ദി നാഥാ, സ്തുതി സ്തുതി എന്നാഥാ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു, യേശുനാമമുയർത്തുന്നു.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നല്ല ഉത്സാഹത്തോടെ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നന്നായിട്ട് ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കുചേരുമ്പോൾ എത്ര ഉത്സാഹത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കും, അതേമാതിരി നല്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമയം കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും ഉത്സാഹിക്കണമെന്ന് എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും അച്ഛൻ പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന്റെ പ്രകടമായ അത്ഭുതവും അഭിഷേകവും ശക്തിയെ വീട്ടിലേക്ക് നിറയും. വീടിന്റെ ഓരോ മുറികളിലേക്ക് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കും. കുട്ടികളെയൊക്കെ അച്ഛൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ധാരാളം യുവജനങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന ഒരു സമയമാണ്, അഭിഷേകാഗ്നിയുടെ സമയം. യുവജനങ്ങൾ, കുട്ടികൾ എല്ലാവരും നല്ല ഉത്സാഹത്തോടെ ഈ സമയം കർത്താവിനെ ആരാധിക്കട്ടെ. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തുക. അതിനുശേഷം നന്നായിട്ട് ജീവിക്കുന്ന ദൈവത്തെ ധ്യാനിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, ഈ സമയം കുടുംബങ്ങളിലേക്ക് നിറയണമേ, രോഗികളിലേക്ക് നിറയണമേ, വിദ്യാർത്ഥികൾ നിറയണമേ, ബാലന്മാരുടെ മേൽ നിറയണമേ, കുടുംബങ്ങളുടെ മേൽ നിറയണമേ, സ്ഥാപനങ്ങളുടെ മേൽ നിറയണമേ, ശുശ്രൂഷകരുടെ മേൽ നിറയണമേ. ഹല്ലേലൂയ, 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 സ്തുതിക്കാം സ്തുതിക്കാം ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ, യേശുവേ ആരാധിക്കാം. ഓ യേശുവേ, വാഴ്ത്താം വാഴ്ത്താം യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തി പാടാം. കരങ്ങളടിച്ച് സ്തുതിക്കാം സ്തുതിക്കാം ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ ആരാധിക്കാം. വാഴ്ത്താം വാഴ്ത്താം യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തി പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുട്ടികളും യുവതിയുവാക്കന്മാരും കുടുംബങ്ങളും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരം തുറക്കും, എല്ലാരും തൃപ്തരാകും. അൻവചനം ശ്രവിച്ചിടുമ്പോ ആത്മീയ ശക്തി ഉണരും. കർത്താവ് കരം തുറക്കും, എല്ലാരും തൃപ്തരാകും. അൻവചനം ശ്രവിച്ചിടുമ്പോ ആത്മീയ ശക്തി ഉണരും. സർവവിധ തിന്മകളും തകർന്നിടും അവൻ ശക്തിയാ. സർവവിധ തിന്മകളും തകർന്നിടും അവൻ ശക്തിയാ. കൈകൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, 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 സന്തോഷിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടത്തോട്ടും വലത്തോട്ടും അനങ്ങി ആഹ്ലാദത്തോടെ, ഓ രാജാവേ, ജീവിക്കുന്ന കർത്താവേ, ഈ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവ് എഴുന്നള്ളുമ്പോൾ ബന്ധനങ്ങൾ നീങ്ങിപ്പോകും. തൻ കീഴിൽ നിന്നിടുമ്പോൾ ഉയർത്തിടും അവൻ നാമത്തിൽ. കർത്താവ് എഴുന്നള്ളുമ്പോൾ ബന്ധനങ്ങൾ നീങ്ങിപ്പോകും. തൻ കീഴിൽ നിന്നിടുമ്പോൾ ഉയർത്തിടും അവൻ നാമത്തിൽ. ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും തകർന്നിടും അവൻ ശക്തിയാ. ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും തകർന്നിടും അവൻ ശക്തിയാ. കൈകൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 ആരാധന, ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തി ഇപ്പോൾ നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അന്ധകാരങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി,
യെശയ്യാ പ്രവചനം 40 അധ്യായം 8 തിരുലിഖിതം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. റോമാലേഖനം 9 അധ്യായം 6 തിരുലിഖിതം. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പിതാവേ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഹൃദയങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും തകർച്ചകളും മതപതനങ്ങളും എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും നീങ്ങിപ്പോകട്ടെ. ദൈവികമായ അത്ഭുതമായ ചൈതന്യ ഭവനങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും ആവസിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ അടിസ്ഥാനപരമായി പാലിക്കേണ്ട ഒരു ആത്മീയ ഡിസിപ്ലിനാണ് സർവ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം നാം എടുക്കാതിരിക്കുക. ഒന്നുറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നന്നായി നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കരങ്ങൾ വഴി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാനാണിത് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടന്നത്, ഞാനില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ വിചാരിക്കുകയോ ആ നന്മയുടെ ക്രെഡിറ്റ്, ആ നന്മയുടെ ഗ്ലോറി നമ്മൾ തന്നെ എടുക്കുകയോ നമ്മൾ വേറൊരു മനുഷ്യന് കൊടുക്കുകയോ ചെയ്യരുത്. അത് ദൈവത്തിന് അർഹതപ്പെട്ടത് തന്നെ, അത് ദൈവത്തിന് അർപ്പിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് ഇന്ന് വരെ ഓരോ സംഭവങ്ങളിലൂടെയും ഓരോ തരത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലിലൂടെയും ഞാൻ ഗ്രഹിച്ചിട്ടുള്ള ഒരു മർമ്മമാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മനസ്സ് ഉത്സാഹിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവം വളരെ പ്രകടമായി അത്ഭുതം ചെയ്ത് കൂടെ നിൽക്കുകയാണ്. ഈ സംഭവിക്കുന്ന അത്ഭുതങ്ങളൊന്നും മനുഷ്യരുടെ വിചാരങ്ങൾ കൊണ്ടോ മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടോ മനുഷ്യരുടെ ശക്തി കൊണ്ടോ സംഭവിക്കുന്നതല്ല. എപ്പോഴെല്ലാം ദൈവത്തിന് ഉപരിയായ മഹത്വങ്ങൾ നൽകിയോ, എപ്പോഴെല്ലാം ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിച്ചോ, അപ്പോൾ ദൈവം ഇഷ്ടത്തോടെ നിന്ന് കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കൊറിന്തോസാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ 1 അധ്യായം 31 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. It is written, whoever boasts, boast in the Lord. Whoever boasts, boast in the Lord. ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 7-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന് ഉപോത്ബലകമായ ഒരു സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഫിലിസ്തീയർ എന്ന് പറയുന്ന ഒരു കൂട്ടം ശത്രുക്കളുടെ ആക്രമണത്തിന് മുമ്പിൽ ഭയചകിതരായി നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നാം കാണുകയാണ്. സാമുവേൽ എന്ന് പറയുന്ന ഒരു ദൈവദാസനും രംഗത്തുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ട് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ജനം വലിയൊരു പ്രതിസന്ധി നേടുകയാണ്. ഇവരെക്കാൾ ശക്തിയുള്ള ആയുധങ്ങളുമായി, ഇവർക്കുള്ളതിനേക്കാൾ വലിയ സൈന്യവ്യൂഹങ്ങളോടെ സന്നാഹങ്ങളോടെ ഇതാ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവര് കൂട്ടമായി ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വന്നു. 8-ാമത്തെ വാക്യം, ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. നല്ല വിശ്വാസമുള്ളൊരു ജനത. അവര് പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് ഞങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള ദൈവത്തിന്റെ ദാസനായ സാമുവേൽ പ്രവാചകനെ അവർ അംഗീകരിച്ചു ഹൃദയം കൊണ്ട്. ഈ പ്രവാചകൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ
ദൈവം ഞങ്ങളെ രക്ഷിക്കും എന്ന് അവർ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു. എന്നിട്ട് അവർ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് പ്രവാചകനോട് ഇവർ അഭ്യർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു അപകടം ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ, രോഗം വരുമ്പോൾ, നമ്മുടെ ഇടയിലുള്ള ദൈവ ശുശ്രൂഷകളിൽ മുഴുകിയിരിക്കുന്ന ദൈവദാസരോട്, ശുശ്രൂഷകൾ മുഴുകിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒരു വളരെ നല്ല രീതിയാണ്. 9-ാമത്തെ വാക്യം, സാമുവൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കെ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബത്കൽ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. ഇസ്രായേൽക്കാർക്ക് വലിയ ശക്തിശേഷിയൊന്നുമില്ല. ഉണ്ടായിരുന്ന നിസ്സാരമായ ചില തുക്കട ആയുധങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവര് ആ ഫിലിസ്ത്യരെ പിന്തുടർന്ന് അവസാനത്തിന് കൊല്ലുമ്പോൾ അവര് പിന്തുടർന്ന് കൂട്ടത്തോടെ വധിച്ച് അവരുടെ മേൽ വിജയം ആഘോഷിച്ച്. എന്നുറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ വരുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരു ദൈവദാസൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ വലിയ ഇടപെടലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആ ജനം വിശുദ്ധീകരിക്കപ്പെട്ട പാപത്തിലാണെന്ന് നമുക്ക് കൃത്യം അറിയാൻ സാധിക്കില്ല. ആ ജനം അങ്ങനെ ജനത്തിന്റെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതികൂലത്തിൽ അവർ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണമേ. ദൈവദാസൻ അവർക്ക് വേണ്ടി ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കർത്താവ് പ്രകടമായ പ്രാർത്ഥന കേട്ടു എന്ന് വെളിപ്പെടുത്തുമാറ് ആ ജനത്തിനു വേണ്ടി വ്യാപരിക്കുന്ന ഒരു രംഗമാണ് ഈ 7-ാം അധ്യായത്തിൽ 1 സാമുവേലിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അത്യുഗ്രമായ വിജയം ശത്രുക്കളുടെ മേൽ ഈ ഇസ്രായേൽ ജനത്തിന് ലഭിക്കുകയാണ്. ഉടനെ അവരെന്താണ് ചെയ്തത്? അവര് ഉടനെ പോയി സാമുവേൽ പ്രവാചകനെ അങ്ങോട്ട് പുകഴ്ത്തുകയല്ല ചെയ്തത്. ഓ, സാമുവേൽ പ്രവാചകൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നശിച്ചു പോകുമായിരുന്നു, അങ്ങനെ പറയല്ല ചെയ്തത്. അവരാ മഹത്വം മുഴുവനും ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ സാമുവേൽ എന്താണ് ചെയ്തത്? 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം സാമുവേൽ മിസ്പയ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെയും കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബനേസർ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെയും നമ്മുടെ കർത്താവ്, എന്റെ കർത്താവ് സഹായിച്ചു എന്ന് പറഞ്ഞ് എബനേസർ എന്ന പേരും ആ സ്ഥലത്തിന് കൊടുത്തു. മഹത്വം മുഴുവൻ അവര് ദൈവത്തിന് കൊടുത്തു. സാമുവേല് മഹത്വം എടുത്തില്ല, ജനങ്ങള് മഹത്വം വേറെ ആർക്കും കൊടുത്തില്ല, മഹത്വം മുഴുവനും ദൈവത്തിന് കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ, ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓടി ആ ശുശ്രൂഷ നടത്തിയ ആ ദൈവദാസനോ അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തിയ ആ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾക്കോ അല്ല മഹത്വം കൊടുക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു, ഉടനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, ഉടനെ അയ്യോ ആ അച്ഛൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്, അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലിയ ദൈവാനുഗ്രഹമുള്ള ചിന്തയാണ് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, ദൈവം ഞങ്ങളെ രക്ഷിച്ചു, ബാക്കി എല്ലാവരും ഉപകരണങ്ങൾ മാത്രം. ദൈവത്തിനുള്ള മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കുക, അത് മനുഷ്യർക്ക് കൊടുക്കരുത്. ഇത് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ വലിയ വിജയം ഉണ്ടായപ്പോൾ അവർ സാമുവേലിന് നല്ല മഹത്വം കൊടുത്തത്, അവർ സാമുവേലിനോടല്ല അവരുടെ കൃതജ്ഞതയും കടപ്പാടും ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കൃതജ്ഞതയും നമ്മുടെ കടപ്പാടും വ്യക്തികളോടല്ല, മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 31-ാം തിരുലിഖിതം. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. Whoever boast in the Lord, no one boast of men. മനുഷ്യരുടെ പേരിൽ
നിങ്ങൾ അഭിമാനിക്കരുത്. ശുശ്രൂഷകരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. ധ്യാനകേന്ദ്രത്തിന്റെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഇത് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യം തന്നെ. ഇത് 13ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവലിന്റെ കാലം അത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു. സാമുവലിന്റെ കാലം അത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ പ്രബലപ്പെട്ടിരുന്നു. അതുകൊണ്ട് സാമുവൽ ഉള്ളിടത്തോളം കാലം അവിടെ ആ ശത്രുക്കൾക്ക് ഇവരുടെ മേൽ പിന്നെ വിജയം ഉണ്ടായിട്ടില്ല. എന്ത് തന്നെ നന്മകൾ നമുക്ക് ലഭിച്ചാലും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അതിന്റെ മുഴുവൻ മഹത്വവും ജീവിക്കുന്ന കർത്താവിന്, ജീവിക്കുന്ന യേശുവിന് നാം നൽകണം, നാം അർപ്പിക്കണം. അത് പവിത്രമായ ഒരു ശുശ്രൂഷയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള അഭിഷേകം നിറയാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു അത്ഭുത അഭിഷേകം നമ്മൾ നിറയാൻ ആഗ്രഹിക്കാം. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കൃപ തോന്നണമേ. ഗ്ലോറി, ഗ്ലോറി. എല്ലാരും തൃപ്തരാകും. കൈകളടിച്ച് സേവിച്ചിടുമ്പോ ആത്മീയ ശക്തിയുണരും. കർത്താവ് കരം തുറക്കും. എല്ലാരും തൃപ്തരാകും. സന്വചനം സേവിച്ചിടുമ്പോ ആത്മീയ ശക്തിയുണരും. സർവവിധ മകളും പകർന്നിടും അവൻ ശക്തിയാ. സർവവിധ മകളും പകർന്നിടും അവൻ ശക്തിയാ. കൈകൾ ഉയർത്തി വീശി മഹത്വം യേശുവിന്, മഹത്വം കർത്താവിന്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. രാജാവേ, ആരാധന, 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 ആരാധന. എല്ലാ മഹത്വവും കർത്താവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മനുഷ്യരെ മഹത്വപ്പെടുത്താതെ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യരിൽ അഭിമാനിക്കാതെ ദൈവത്തിൽ അഭിമാനിക്കുന്ന ആത്മാവിനെ നൽകണമേ. മനുഷ്യരിൽ അഭിമാനിക്കാതെ ദൈവത്തിൽ അഭിമാനിക്കുന്ന ആത്മാവിനെ നൽകണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.